നമസ്കാരം. കോവിഡാനന്തര സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ മുൻപന്തിയിലാണ് ഫോൺ അഡിക്ഷൻ അഥവാ സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ സ്ഥാനം. ഓർക്കുട്ടിൽ നിന്ന് എക്സിലെത്തി നിൽക്കുന്ന ഇക്കാലത്ത് ഏത് കുഞ്ഞിനും ഫോൺ സുപരിചിതമായൊരു വസ്തുവായി മാറിക്കഴിഞ്ഞു. ഭക്ഷണം കഴിക്കണമെങ്കിൽ കാർട്ടൂൺ വെച്ച് തരണമെന്ന ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പല സ്മാർട്ട് ടിവികളിലും നെറ്റ് സൗകര്യമുള്ളത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് കുട്ടികൾക്ക് തന്നെയാണ്. 2 മണിക്കൂർ സ്ഥിരമായി ഫോൺ ഉപയോഗിക്കുന്നത് ഫോൺ അഡിക്ഷനായി കണക്കാക്കണമെന്നാണ് ആരോഗ്യരംഗം പറയുന്നത്. പ്രായഭേദമന്യേ പലരും മണിക്കൂറുകളാണ് സോഷ്യൽ മീഡിയയ്ക്കായി ചെലവഴിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കാശുണ്ടാക്കുന്നവരാണ് 10%, ബാക്കി 90% ഇതിന്റെ കാഴ്ചക്കാരാണ്. അധികമായാൽ അമൃതം വിഷം എന്ന ശൈലി ഇവിടെ വളരെ വളരെ അനുയോജ്യമാണ്. സോഷ്യൽ മീഡിയ ഇന്ന് സർവ്വവ്യാപിയാണ്. ഫോണുകളിലൂടെയോ കമ്പ്യൂട്ടറുകളിലൂടെയോ ജോലി സ്ഥലത്തോ ഒഴിവു സമയങ്ങളിലോ നമുക്ക് ആക്സസ് ചെയ്യാനാകും. ചാറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അപ് ടു ഡേറ്റ് ആയി തുടരാനും ഏറ്റവും പുതിയ ഗോസിപ്പുകൾ പിന്തുടരാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഇതിലൂടെ കഴിയുമെന്നതും മനുഷ്യനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കണമെന്ന ചർച്ചകളും സജീവമായി തുടരുന്നുണ്ട്. എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ഉള്ളടക്കം അമിതമായി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ജർമ്മനിയിലെ 6 ലക്ഷത്തോളം യൂത്തന്മാർ, അതായത് ജനസംഖ്യയുടെ 6%, സോഷ്യൽ മീഡിയയ്ക്കും ഗെയിമിങ്ങിനും അടിമകളാണ്. ജർമ്മൻ ഹെൽത്ത് ഇൻഷുറർ BAKയും യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഹാംബർഗ് എപ്പഹോർഡും നടത്തിയ പഠനമനുസരിച്ചാണിത്. 2 ദശലക്ഷത്തിലധികം പ്രായപൂർത്തിയാകാത്തവർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഗുരുതരമായ രീതിയിൽ ഉപയോഗിച്ചതായി കണ്ടെത്തി. കുട്ടികളും ചെറുപ്പക്കാരും ഒരു സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്ന സമയത്തിന്റെ അളവ് പകർച്ചവ്യാധിക്ക് മുമ്പുള്ള അവസ്ഥയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കുത്തനെ ഉയർന്നു. ആശയവിനിമയം നടത്താനും ബന്ധങ്ങൾ നിലനിർത്താനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിൽ നിയന്ത്രണങ്ങളോ വിലക്കുകളോ ഒന്നും ഇല്ലാത്തത് ദുരുപയോഗത്തിനും സാധ്യത വർദ്ധിപ്പിക്കും. കുട്ടികളുടെ സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന സംശയത്തിൽ യൂട്യൂബിലും ടിക്ടോക്കിലും യൂറോപ്യൻ യൂണിയൻ അന്വേഷണം ആരംഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 100 കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4 ടെക് സ്ഥാപനങ്ങളായ ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഗൂഗിൾ, സ്നാപ്ചാറ്റ് തുടങ്ങിയവർക്കെതിരെ കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. കുട്ടികൾ സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളാകാനുള്ള സാധ്യത അവഗണിക്കുക മാത്രമല്ല, അത് സജീവമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനാണ് കേസ്. മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഹ്രസ്വകാല റിവാർഡുകളുടെ ഒരു സംവിധാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് ആളുകളുടെ ന്യൂറോളജിക്കൽ ഹാർഡ്വെയറിംഗ് ചൂഷണം ചെയ്യുന്നു. ലൈക്കുകളും ഇമോജികളും പോസിറ്റീവ് റൈൻഫോഴ്സ്മെന്റ് നൽകുന്നു. കൂടാതെ ഏത് അസുഖകരമായ ഉള്ളടക്കവും എളുപ്പത്തിൽ സേവ് ചെയ്യാനാകുമെന്നതും ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പുസ്തകം വായിച്ചാൽ അത് തീരും. ഒരു ടെലിവിഷൻ ഷോയ്ക്കും എന്തിന് ന്യൂസിന് പോലും അവസാനമുണ്ടാകും. എന്നാൽ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. ചങ്ങല പോലെ കോർത്തിണക്കിയ റീൽസുകളും സ്റ്റോറികളും ലേഖനങ്ങളും ഒക്കെ നമ്മെ ആകർഷിക്കും. ഇതിന് അവസാനമുണ്ടാക്കാൻ അവരവർ സ്വയം നിയന്ത്രിക്കുകയേ വഴിയുള്ളൂ. ഒരു ദിവസം ഞാൻ ഇത്ര സമയം മാത്രമേ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കൂ എന്ന് സ്വയം തീരുമാനിക്കണം. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ നൽകണം. അവർക്കൊപ്പം ഇരുന്ന് വായിച്ചു കൊടുക്കണം. സംസാരിക്കണം. വൈകിട്ട് കളിക്കാൻ ഒപ്പം കൂടണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഫോൺ ഫ്രീ അവർ തന്നെയുണ്ട്. വൈകിട്ട് 7 മണി മുതൽ 1.5 മണിക്കൂർ ആ ഗ്രാമത്തിലെ ആരും ഫോൺ കൈകൊണ്ട് തൊടില്ല. എല്ലാവരും ഒന്നിച്ചുകൂടി വർത്തമാനം പറയും, കളിക്കും, ഭക്ഷണം പാകം ചെയ്ത് വിളമ്പും, സാമൂഹ്യ രാഷ്ട്രീയ ചർച്ചകൾ നടത്തും. അത്തരമൊരു പരീക്ഷണം സ്വന്തം വീടുകളിലും നാടുകളിലും നടത്തുന്നത് നല്ലതായിരിക്കും. വാർത്തയുടെ നിറം തേടി തനി നിറം.